പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ സുദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി തരുന്ന ഒരു സുദിനമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രതിപുരുഷനായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ്. ആ ജന്മദിനത്തിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. കാര്യം നമുക്ക് സന്തോഷം, നമ്മളെ ക്ഷമ, നമുക്ക് ആഗ്രഹങ്ങൾ, അതായത് ത്യാഗങ്ങൾ, ഇതെല്ലാം നമുക്ക് കൊണ്ടുതന്ന ഒരുപാട് ആശയങ്ങൾ കൊണ്ടുതന്ന ഒരു പ്രതിപുരുഷനാണ് നമ്മളെ പിതാവായ യേശു ക്രിസ്തു. അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളെ സന്തോഷത്തിന് വേണ്ടിയാണ് പിതാവായ യേശു ക്രിസ്തു ഇത്രയും പീഡകൾ സഹിച്ച് കുരിശിലേറിയത്. അത് നമ്മൾ ഒരു കാരണവശാലും മറന്നുപോകരുത്. കാര്യം നമ്മൾ ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ പിതാവായ യേശു ക്രിസ്തുവിന് ഒരു കാരണവശാലും സന്തോഷം ഉണ്ടാവത്തില്ല, അദ്ദേഹത്തിന് ദുഃഖങ്ങളെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സന്തോഷവരായിരിക്കണം, അല്ലാതെ നമ്മൾ ദുഃഖിച്ചിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ നമ്മൾ ക്ഷമയുണ്ടാവും. കാര്യം നമ്മളെ പിതാവായ യേശു ക്രിസ്തു എന്തെല്ലാം കാര്യങ്ങളിലാണ് ക്ഷമിച്ചും ഇത് ചെയ്തും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുപോലെ നമ്മൾ ഓരോ കാര്യത്തിനും, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യം നമുക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. അല്ലാതെ നമ്മൾ എന്ത് കാര്യം വരുന്നതിന്റെ കോപത്തോടു കൂടി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്കത് തകർച്ചയിലേക്ക് പോകത്തുള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ത്യാഗങ്ങൾ സഹിക്കണം. അതായത് ത്യാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ വരാൻ വേണ്ടിയാണ് നമ്മളെ പിതാവായ യേശു ക്രിസ്തു ത്യാഗങ്ങൾ സഹിച്ച് ഇത്രയും പീഡകൾ സഹിച്ച് കുരിശിലേറിയത് എന്ന് നമ്മൾ മറന്നുപോരുത്. അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ത്യാഗങ്ങൾ സഹിച്ചാൽ പോരാ, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ നമുക്ക് വേണ്ടി മാത്രം ഒതുങ്ങി കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവത്തില്ല, അത് താഴ്ചയിലേക്ക് തന്നെ പോകുള്ളൂ. അതുകൊണ്ട് പരസ്പരം മറ്റുള്ളവരെയും നമ്മൾ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എപ്പോഴും നമുക്ക് ബലം ഉണ്ടാവുന്നത്. അതെപ്പോഴും നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത്രയാണ് എനിക്ക് നിങ്ങളെ മുന്നിൽ പറയാനുള്ളത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. ബൈ.